പട്ടണത്തിന്റെ ഹൃദയത്തിലെ ഞരമ്പുപോലെ പിടയുന്ന ആ തെരുവിന് അന്നും പതിവ് പോലെ തിരക്കിന്റെ താളമായിരുന്നു. പൊടിയും പുകയും കലർന്ന ചൂടുകാറ്റിൽ മനുഷ്യരുടെ വിയർപ്പിന്റെയും വാഹനങ്ങൾ തുപ്പുന്ന കരിയുടെയും ഗന്ധം നിറഞ്ഞു നിന്നു. വഴിയോരത്തെ വാഗമരത്തിന്റെ തണൽ കൊതിച്ച് തന്റെ ചെറിയ പച്ചക്കറിത്തട്ട് ഒതുക്കിവെച്ച് ഭാരതിയമ്മ ആകാശത്തേക്ക് നോക്കി. തുളച്ചു കയറുന്ന വെയിലിന് ഒരു ശമനവുമില്ല. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പുതുള്ളികൾ ചുളിഞ്ഞ കവിളുകളിലൂടെ താഴേക്ക് ചാലിട്ടൊഴുകി. അവരുടെ കൈകൾക്ക് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും രൂക്ഷഗന്ധമായിരുന്നു. പതിറ്റാണ്ടുകളുടെ അധ്വാനം ആ കൈകളിൽ പരുക്കൻ തഴമ്പുകളായി രൂപം കൊണ്ടിരുന്നു. എങ്കിലും ആ കൈകൾ ഓരോ പച്ചക്കറിയും അടുക്കി വെച്ചത് ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന വാത്സല്യത്തോടെയായിരുന്നു. ചുവന്ന തക്കാളികൾ, തിളങ്ങുന്ന വഴുതനങ്ങകൾ, വാടാത്ത പച്ചമുളകുകൾ, അവയെല്ലാം അവരുടെ അന്നം മാത്രമല്ലായിരുന്നു, ആത്മാഭിമാനത്തിൻ്റെ ചിഹ്നങ്ങൾ കൂടിയായിരുന്നു. ഓരോ വണ്ടിയുടെ ഹോണടി ശബ്ദത്തിലും ആളുകളുടെ ബഹളത്തിലും ഭാരതിയമ്മയുടെ മനസ്സ് അസ്വസ്ഥമായില്ല. വർഷങ്ങളായി ഈ തെരുവ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭർത്താവ് രാഘവൻ ഒരു മഴക്കാലത്ത് പനി പിടിച്ച് ഈ ലോകത്തു നിന്ന് യാത്രയായപ്പോൾ കൈക്കുഞ്ഞായിരുന്ന അഞ്ജലിയെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നു മുതൽ ഈ തെരുവ് അവർക്ക് അഭയം നൽകി. ഈ തട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അഞ്ജലി പഠിച്ചതും വളർന്നതും ഇന്ന് നഗരത്തിൽ നല്ലൊരു സർക്കാർ ജോലി തേടി സ്വന്തം കാലിൽ നിൽക്കുന്നതും. അഞ്ജലി ആ പേര് മനസ്സിലോർത്തപ്പോൾ ഭാരതിയമ്മയുടെ ചുണ്ടിൽ അഭിമാനം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മിടുക്കിയാണ്, പഠിക്കാൻ മാത്രമല്ല ജീവിതം പഠിപ്പിക്കാനും. നഗരത്തിലെ വലിയ ഓഫീസിൽ ജോലിക്ക് പോകുന്ന മകളുടെ ചിത്രം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. എത്ര പെട്ടെന്നാണ് കാലം പറന്നുപോയത്. ചേച്ചി, 1 കിലോ തക്കാളിക്ക് എന്ത് വിലയാ? ചിന്തകളിൽ നിന്നുണർന്ന് ഭാരതിയമ്മ തലയുയർത്തി നോക്കി. സ്ഥിരം വരുന്ന ശാന്തമ്മയാണ്. ശാന്തമ്മയ്ക്ക് ഒരുപാട് വിലയൊന്നും ഞാൻ കൂട്ടിത്തരില്ല, 30 രൂപ തന്നാൽ മതി. കച്ചവടം കഴിഞ്ഞ് ശാന്തമ്മ പോയപ്പോൾ ഭാരതി വീണ്ടും തനിച്ചായി. അഞ്ജലി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മേ, ഇനി ഈ കഷ്ടപ്പാടൊക്കെ നിർത്തണം, എൻ്റെ കൂടെ വന്ന് താമസിച്ചൂടെ? പക്ഷേ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ ചെറിയ വരുമാനത്തിൻ്റെ സന്തോഷം വിട്ട് മറ്റൊരിടത്തേക്കും പോകാൻ ഭാരതിയമ്മയുടെ മനസ്സ് കൂട്ടാക്കിയില്ല. ഇത് തൻ്റെ ലോകമാണ്. ഇവിടെ താൻ ആരുടെയും കീഴിലല്ല. മകൾക്കൊരു ഭാരമാകാനും അവർ ആഗ്രഹിച്ചില്ല. പെട്ടെന്നാണ് തെരുവിൻ്റെ സ്വഭാവം മാറിയത്. ദൂരെ നിന്നൊരു പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങി. ആളുകൾക്കിടയിൽ ഒരു പരക്കം പാച്ചിലുണ്ടായി. വഴിയോരത്ത് തട്ടുകൾ വെച്ച കച്ചവടക്കാർ തിടുക്കത്തിൽ സാധനങ്ങൾ ഒതുക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഭാരതിയമ്മ അടുത്തുള്ള പൂക്കച്ചവടക്കാരിയോട് ചോദിച്ചു. ഏതോ മന്ത്രി വരുന്നുണ്ടെന്ന്. വേഗം തട്ടെടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ പോലീസുകാരുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. ഭാരതിയമ്മയ്ക്കും തിടുക്കമായി. അവർ പച്ചക്കറികൾ പെറുക്കി കൊട്ടയിലേക്ക് മാറ്റാൻ തുടങ്ങി. ഓരോന്നും ശ്രദ്ധയോടെ, കേടുപാടുകൾ വരാതെ. അവരുടെ ചലനങ്ങൾക്ക് പ്രായത്തിൻ്റെതായ ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അവർക്കരികിലായി നിർത്തി. അതിൽ നിന്നിറങ്ങി വന്ന SI വിക്രമൻ്റെ മുഖത്ത് അധികാരത്തിൻ്റെ ഗർവ്വം ജോലിഭാരത്തിൻ്റെ അസഹിഷ്ണുതയും ഒരുപോലെ നിഴലിച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഓരോന്നിനെയും അയാൾ വെറുപ്പോടെ നോക്കി. എന്താടോ ഇത്? ചെവി കേൾക്കില്ലേ? എടുത്തു മാറ്റാൻ പറഞ്ഞത് കേട്ടില്ലേ? വിക്രമൻ്റെ ശബ്ദം ആ തെരുവിൽ മുഴങ്ങി. ഭാരതിയമ്മ ഭയത്തോടെ അയാളെ നോക്കി. ദാ സാറേ, ഞാൻ എടുക്കുകയാ, 1 മിനിറ്റ്. അവരുടെ ശബ്ദം വിറച്ചിരുന്നു. പക്ഷെ ആ 1 മിനിറ്റ് കാത്തു നിൽക്കാൻ വിക്രമന് ക്ഷമയുണ്ടായിരുന്നില്ല. അയാളുടെ മേലുദ്യോഗസ്ഥൻ വയർലെസ്സിൽ അലർന്നുണ്ടായിരുന്നു. ആ ദേഷ്യം മുഴുവൻ മുന്നിൽ നിൽക്കുന്ന നിസ്സഹായയായ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. തൻ്റെ ബൂട്ടിട്ട കാൽ കൊണ്ട് SI വിക്രമൻ ഭാരതിയമ്മയുടെ പച്ചക്കറിക്കൊട്ടയിൽ ആഞ്ഞൊരൊറ്റ ചവിട്ട്. വലിയൊരു ശബ്ദത്തോടെ പ്ലാസ്റ്റിക് കൊട്ട തെറിച്ചുപോയി. അതിലുണ്ടായിരുന്ന തക്കാളികളും വഴുതനങ്ങയും പച്ചമുളകും എല്ലാം ടാർ റോഡിൻ്റെ കറുത്ത നെഞ്ചിലേക്ക് ചിതറിത്തെറിച്ചു. ചിലത് അതുവഴി പോയ വാഹനങ്ങളുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. ഭാരതിയമ്മയുടെ ഒരു ദിവസത്തെ അധ്വാനവും പ്രതീക്ഷകളുമാണ് ആ ടാറിട്ട റോഡിൽ ചതഞ്ഞരഞ്ഞത്. ഒരു നിമിഷത്തേക്ക് ലോകം നിശ്ചലമായതുപോലെ ഭാരതിയമ്മയ്ക്ക് തോന്നി. തെരുവിലെ ബഹളങ്ങൾ നിലച്ചു. ആളുകൾ അവരെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ കണ്ണുകളിൽ സഹതാപം, മറ്റു ചിലരുടെ മുഖത്ത് ഭയം. കുറച്ചപ്പുറത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മൊബൈൽ ഫോൺ അവർക്ക് നേരെ തിരിച്ചു വെച്ചത് ഭാരതിയമ്മ കണ്ടില്ല. ഇനി മേലാൽ ഈ വഴിയിൽ കണ്ടുപോകരുത്. അലറിക്കൊണ്ട് വിക്രമൻ തൻ്റെ ജീപ്പിലേക്ക് കയറിപ്പോയി. ഭാരതിയമ്മയ്ക്ക് കരച്ചിൽ വന്നില്ല. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അപമാനത്തിൻ്റെ കനത്ത ഭാരം അവരുടെ തോളിൽ അമർന്നു. ചുറ്റുമുള്ള കണ്ണുകൾ കൂരമ്പ് പോലെ അവരുടെ ഹൃദയത്തിൽ തറച്ചു. അവർ പതിയെ താഴേക്കിരുന്നു. ചതഞ്ഞരഞ്ഞ ഒരു തക്കാളിപ്പഴം കയ്യിലെടുത്ത് അതിൽ നിന്നും ഒലിച്ചിറങ്ങിയ നീര് അവരുടെ കൈയിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് ഇറ്റി വീണു. അത് വെറും തക്കാളി നീരായിരുന്നില്ല, ഒരമ്മയുടെ ആത്മാഭിമാനമായിരുന്നു. ആ നിമിഷം ആ തെരുവിൽ അവർ തനിച്ചായിരുന്നു, തികച്ചും തനിച്ച്.
ആരും തുണയില്ലാത്തവളെപ്പോലെ. തെരുവിൻ്റെ ബഹളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ചെറിയ വീട്ടിലെത്തിയപ്പോൾ ഭാരതിയമ്മയെ പൊതിഞ്ഞത് ഭാരമുള്ള ഒരു നിശബ്ദതയായിരുന്നു. വാതിൽ ചാരിയതും പുറം ലോകവുമായുള്ള ബന്ധം മുറിഞ്ഞതുപോലെ അവർക്ക് തോന്നി. പക്ഷേ മനസ്സിൽ സംഭവിച്ച മുറിവിൻ്റെ ഓർമ്മകൾ അടഞ്ഞ വാതിലിനുള്ളിലും അവരെ വേട്ടയാടി. അവർ കരഞ്ഞില്ല. കരയാൻ പോലുമാകാത്ത ഒരുതരം മരവിപ്പായിരുന്നു അത്. നേരെ അടുക്കളയിലേക്ക് നടന്നു. കൈകൾ വീണ്ടും വീണ്ടും സോപ്പിട്ട് കഴുകി. ടാറിട്ട റോഡിൻ്റെയും ചതഞ്ഞരഞ്ഞ പച്ചക്കറികളുടെയും ഗന്ധം തൻ്റെ കൈകളിൽ നിന്ന് പോകുന്നില്ലെന്ന് അവർക്ക് തോന്നി. മൂലയിൽ ഒടിഞ്ഞു കിടന്ന പച്ചക്കറിക്കൊട്ടയെ അവർ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. ഓരോ നോട്ടവും SI വിക്രമൻ്റെ ബൂട്ടിട്ട കാൽ നെഞ്ചിൽ ചവിട്ടുന്നത് പോലെ വേദനിപ്പിച്ചു. ആരും കണ്ടില്ലായിരുന്നെങ്കിൽ, ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ. ആ മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു. പക്ഷേ തെരുവിലെ ആ തുറിച്ച നോട്ടങ്ങൾ ഇപ്പോഴും അവരെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭയം അഞ്ജലിയെക്കുറിച്ചായിരുന്നു. അവളിതൊരിക്കലും അറിയരുത്, ഒരു കാരണവശാലും അറിയരുത്. തൻ്റെ മകൾക്ക് മുന്നിൽ താൻ ഒരിക്കലും ഇത്രയും നിസ്സഹായയായി കാണപ്പെടാൻ പാടില്ല. വിശപ്പില്ലായിരുന്നു, എന്നാലും എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്താൻ അവർ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു കുടിച്ചു. ഓരോ ഇറക്കും തൊണ്ടയിൽ മുള്ളു തറച്ചതുപോലെ തടഞ്ഞു. അപമാനം വയറ്റിലെ തീ അണച്ചു കളഞ്ഞിരുന്നു. അതേസമയം ഭാരതിയമ്മ അറിയാതെ അവരുടെ ജീവിതം ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിവേഗം പ്രവഹിക്കുകയായിരുന്നു. കോഴിക്കോട്ടെ പോലീസിൻ്റെ ധാർഷ്ട്യം എന്ന തലക്കെട്ടോടെ ആ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറന്നു നടന്നു. ആദ്യം 100കളിൽ നിന്ന് തുടങ്ങിയ കാഴ്ചക്കാരുടെ എണ്ണം മണിക്കൂറുകൾക്കുള്ളിൽ 10,000ങ്ങളും ലക്ഷങ്ങളുമായി. കമൻറ്റുകളുടെ രൂപത്തിൽ സമൂഹം രണ്ടായി പിരിഞ്ഞു. പാവമായമ്മ, ഇതൊന്നും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ലേ? ഇമ്മാതിരി പോലീസുകാരെയൊക്കെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. വഴിയോരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി കച്ചവടം ചെയ്യുന്നതും ശരിയാണോ? കാര്യം എന്തു തന്നെയായാലും ഈ സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ചർച്ചകൾ ചൂടുപിടിച്ചു. പ്രാദേശിക ഓൺലൈൻ വാർത്താ ചാനലുകൾ വീഡിയോ ഏറ്റെടുത്തു. ഭാരതിയമ്മയുടെ മുഖം ബ്ലർ ചെയ്ത് ശബ്ദം മാറ്റി അവർ വാർത്തകൾ നൽകി തുടങ്ങി. ആ വീഡിയോയിലെ നിസ്സഹായയായ സ്ത്രീ ആരാണെന്നോ അവരുടെ ജീവിതം എന്താണെന്നോ അറിയാതെ ഒരു സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ ഭാരതിയമ്മയുടെ ഫോൺ ശബ്ദിച്ചു. അഞ്ജലിയാകുമെന്നോർത്ത് അവരുടെ നെഞ്ചിടിച്ചു. എന്നാൽ അയൽപ്പക്കത്തെ സുമതിയായിരുന്നു അത്. ചേച്ചി, ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ. സാരമില്ല, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭാരതിയുടെ രക്തം തണുത്തുറഞ്ഞു. താൻ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. ലോകം അറിഞ്ഞിരിക്കുന്നു. ഏത് വീഡിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. വിറയലോടെ കള്ളം പറഞ്ഞ് അവർ വേഗം ഫോൺ വെച്ചു. പുറത്ത് ഇരുട്ട് പരക്കുകയായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു നിഴൽ തൻ്റെ ജീവിതത്തിനു മേൽ വീണ് കഴിഞ്ഞെന്ന് ഭാരതിയമ്മ തിരിച്ചറിഞ്ഞു. താൻ ഒളിക്കാൻ ശ്രമിക്കുന്ന രഹസ്യം ഇപ്പോൾ തൻ്റേതല്ലാതായി മാറിയിരിക്കുന്നു. കോഴിക്കോട് കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിൻ്റെ ശീതീകരിച്ച നിശബ്ദതയിൽ വരാനിരിക്കുന്ന ജലവിതരണ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. മീറ്റിങ്ങിൻ്റെ തലപ്പത്തിരുന്നത് സബ് കളക്ടർ അഞ്ജലി IAS ആയിരുന്നു. ഗൗരവത്തോടെ മുന്നിലിരുന്ന പ്രൊജക്ട് റിപ്പോർട്ടിലെ കണക്കുകളിലേക്ക് കണ്ണോടിക്കുമ്പോഴും എഞ്ചിനീയർ വർഗീസിൻ്റെ വിശദീകരണങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം ആ മുറിക്ക് ഒരുതരം കാര്യക്ഷമതയുടെ ഭാവം നൽകി. മിസ്റ്റർ വർഗീസ്, തീരദേശ മേഖലയിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ ശബ്ദം ശാന്തവും വ്യക്തവുമായിരുന്നു. മേശപ്പുറത്ത് തലകീഴായി വെച്ച മൊബൈൽ ഫോൺ 2 തവണ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവർ അത് അറിഞ്ഞില്ലെന്ന് നടിച്ചു. എന്നാൽ വീണ്ടും തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്തപ്പോൾ അതൊരു അസാധാരണമായ സന്ദേശമാണെന്ന് അവർക്ക് തോന്നി. മീറ്റിങ്ങിൽ പങ്കെടുത്തവരോട് ക്ഷമാപണത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് അവർ ഫോൺ എടുത്തു. പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ സന്ദേശമായിരുന്നു. മാഡം, അടിയന്തരമായി ഇതൊന്ന് കാണണം. അതിന് താഴെ ഒരു വീഡിയോ ലിങ്കും. ചെറിയൊരു അതൃപ്തിയോടെയാണ് അഞ്ജലി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തത്. വീഡിയോ പ്ലേ ആയി. തെരുവിൻ്റെ പരിചിതമായ ബഹളം, ആളുകളുടെ സംസാരം, വാഹനങ്ങളുടെ ശബ്ദം. പിന്നെ ആ കാഴ്ചയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ അഞ്ജലിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. അത് എൻ്റെ അമ്മയാണ്. അതേ സാരി, അതേ ക്ഷീണിച്ച മുഖം. വീഡിയോയിലെ ദൃശ്യങ്ങൾ അവളുടെ കൺമുന്നിലൊരു പേക്കിനാവ് പോലെ അരങ്ങേറി. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആക്രോശം, അമ്മയുടെ ഭയന്നുള്ള നിൽപ്പ്, പിന്നെ ആ ബൂട്ടിട്ട കാൽ ഉയർന്നു താഴുന്നതും പച്ചക്കറികൾ റോഡിലേക്ക് ചിതറിത്തെറിക്കുന്നതും. അഞ്ജലിയുടെ ലോകം തലകീഴായി മറിഞ്ഞു. കോൺഫറൻസ് ഹാളിലെ തണുപ്പ് അവൾ അറിഞ്ഞില്ല. വർഗീസിൻ്റെ ശബ്ദം ദൂരെ എവിടെയോ ആയി മാഞ്ഞുപോയി. അവളുടെ രക്തം ശിലകളിലൂടെ മരവിച്ചോടുന്നത് പോലെ തോന്നി. ഫോൺ പിടിച്ച കൈ വിറച്ചു. ആദ്യം തോന്നിയത് ഒരു അവിശ്വസനീയതയായിരുന്നു. ഇതെൻ്റെ അമ്മയല്ല, ഇത് മറ്റേതോ സ്ത്രീയാണ്. മനസ്സ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ അമ്മയുടെ മുഖത്തെ അപമാനത്തിൻ്റെ നിഴൽ കണ്ടപ്പോൾ, ആ കയ്യിലെ ചതഞ്ഞരിഞ്ഞ തക്കാളി കണ്ടപ്പോൾ അവളുടെ ഹൃദയം നുറുങ്ങി. അവിശ്വസനീയതയുടെ സ്ഥാനത്ത് കത്തിക്കാളുന്ന ഒരു രോഷം ഇരച്ചു കയറി. എക്സ്ക്യൂസ് മീ. തൊണ്ട ഇടറിയെങ്കിലും ശബ്ദം പുറത്തു വന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ തുടരാം.
ആരുടെയും മുഖത്ത് നോക്കാതെ അവർ വേഗത്തിൽ കോൺഫറൻസ് ഹാളിൽ നിന്നിറങ്ങി. ഓരോ ചൂടും അപാരമായ ധൃതിയോടെയായിരുന്നു അവൾ വെച്ചത്. തൻ്റെ ഓഫീസിലെത്തി വാതിലടച്ചപ്പോൾ മാത്രമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. വാതിലിൽ ചാരി നിന്ന് അവൾ കണ്ണുകൾ അടച്ചു. അമ്മയുടെ മുഖം വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അത് ദേഷ്യത്തിൻ്റെ കണ്ണുനീരായിരുന്നു, നിസ്സഹായതയുടേതല്ല. നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ രോഷത്തിൻ്റെ കണ്ണുനീർ. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ ഫോൺ എടുത്തപ്പോൾ ഭാരതിയമ്മ തൻ്റെ ശബ്ദമാകുന്നത്ര സന്തോഷത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. മോളെ, നീ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേയുള്ളൂ. അഞ്ജലിയുടെ ശബ്ദം ശാന്തമായിരുന്നു, അപകടകരമായ ഒരു തരം ശാന്തത. അമ്മ എവിടെയാ? വീട്ടിലാ മോളെ. വെറുതെ അമ്മ എന്നോട് കള്ളം പറയരുത്. ആ ശാന്തതയിൽ ഒരു വിള്ളൽ വീണു. ശബ്ദം ചെറുതായി ഇടറി. മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. ഞാൻ എല്ലാം കണ്ടു. അഞ്ജലി അത് പറഞ്ഞവസാനിച്ചപ്പോൾ ഫോണിൻ്റെ മറുതലയ്ക്കിൽ നിന്ന് ഭാരതിയമ്മയുടെ അടക്കി പിടിച്ചൊരു തേങ്ങൽ ഉയർന്നു. അത് കേട്ട് തൻ്റെ അധികാരത്തിൻ്റെ കോട്ടക്കൊത്തളമായിരുന്ന ആ വലിയ ഓഫീസിൽ അഞ്ജലിയുടെ മുഖത്ത് കണ്ണുനീരിനൊപ്പം ഉരുക്കുപോലുള്ള ഒരു ദൃഢനിശ്ചയം തെളിഞ്ഞു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞതും അഞ്ജലി അതേ നിൽപ്പ് തുടർന്നു. മറുതലയ്ക്കൽ അമ്മയുടെ തേങ്ങൽ നേർത്തില്ലാതായപ്പോഴും അതിൻ്റെ മറ്റൊലി അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഓഫീസിൻ്റെ നിശബ്ദതയിൽ അവളുടെ ഹൃദയമിടിപ്പ് മാത്രം ഉച്ചത്തിലായി. ഉള്ളിലെ രോഷം ഒരു പ്രളയം പോലെ ശരീരത്തെ ആകെ വിഴുങ്ങുന്നത് അവൾ അറിഞ്ഞു. ആദ്യത്തെ ചിന്ത ഒരു മിന്നൽ പോലെ അവളുടെ തലച്ചോറിലൂടെ പാഞ്ഞുപോയി. ഒറ്റ ഫോൺ കോൾ. ജില്ലാ പോലീസ് മേധാവിയെ ഇപ്പോൾ തന്നെ വിളിക്കാം. SI വിക്രമൻ. പേര് കണ്ടെത്താൻ 5 മിനിറ്റ് പോലും വേണ്ട. സസ്പെൻഷൻ ഓർഡർ മണിക്കൂറുകൾക്കകം അയാളുടെ കയ്യിലെത്തും. അധികാരത്തിൻ്റെ ലഹരി നിറഞ്ഞ ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു അത്. ഒരു മകളുടെ പ്രതികാരം. അവൾ മുറിയിലൂടെ അസ്വസ്ഥമായി നടന്നു. മേശപ്പുറത്തിരുന്ന വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് ദേഷ്യത്തോടെ വലിച്ചെറിയാൻ കൈകൾ ഉയർന്നതാണ്. പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു. ജനലരികിലേക്ക് നടന്നു ചെന്നു. താഴെ കോഴിക്കോട് പട്ടണം അതിൻ്റെ എല്ലാ തിരക്കുകളോടും കൂടി ഒഴുകി നീങ്ങുന്നു. ആളുകൾ, വാഹനങ്ങൾ, കടകൾ. ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനാണ് താൻ ഈ പദവി തിരഞ്ഞെടുത്തത്. വ്യക്തിപരമായ പകപോക്കലുകൾ നടത്താനല്ല. അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. തന്നെ ശരിയും തെറ്റും പഠിപ്പിച്ച ഒരില കഞ്ഞി കുടിച്ചാലും മറ്റൊരാളുടെ കണ്ണ് നനയിക്കരുത് എന്ന് ഉപദേശിച്ച അമ്മ. ആ അമ്മയ്ക്ക് നീതി കിട്ടേണ്ടത് തൻ്റെ അധികാരത്തിൻ്റെ തണലിലല്ല, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കരുത്തിലാണ്. ഏതൊരു സാധാരണ പൗരനും അവകാശപ്പെട്ട അതേ വഴിയിലൂടെ ആവണം അമ്മയുടെയും യാത്ര. ആ വഴിയിലൊരു മകളായി താൻ തണലാകണം, അധികാരമായിട്ടല്ല. ആ തീരുമാനമെടുത്ത നിമിഷം അവളുടെ ഉള്ളിലെ പ്രക്ഷുബ്ധമായ കടൽ ശാന്തമായി. പകരം തെളിഞ്ഞ നീലാകാശം പോലെ വ്യക്തമായ ഒരു ലക്ഷ്യബോധം മനസ്സിൽ നിറഞ്ഞു. ബാക്കിയുണ്ടായിരുന്ന മീറ്റിങ്ങുകളെല്ലാം റദ്ദ് ചെയ്ത് അവൾ വീട്ടിലേക്ക് തിരിച്ചു. ഔദ്യോഗിക വാഹനം കളക്ട്രേറ്റിൽ നിന്നിറങ്ങി നഗരത്തിൻ്റെ തിരക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ അതുവരെ കണ്ടിരുന്ന കാഴ്ചകൾക്കെല്ലാം പുതിയ അർത്ഥങ്ങൾ കൈവന്നതുപോലെ തോന്നി. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഓരോ മുഖങ്ങളിലും അവൾ തൻ്റെ അമ്മയെ കണ്ടു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓരോ പോലീസുകാരനിലും അവൾ വിക്രമൻ്റെ ധാർഷ്ട്യം തിരഞ്ഞു. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നു. സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ പണമില്ലാതെ വിഷമിച്ചിരുന്ന ഒരു ദിവസം. അന്ന് വൈകുന്നേരം പതിവിലും സന്തോഷത്തോടെ വീട്ടിൽ വന്ന അമ്മ തൻ്റെ കയ്യിലേക്ക് പുതിയൊരു നോട്ട് പുസ്തകം വെച്ച് തന്നു. ഇന്ന് നല്ല കച്ചവടമായിരുന്നു മോളെ. അന്ന് ആ മുഖത്തുണ്ടായിരുന്ന അഭിമാനമാണ് ഇന്നൊരു നിമിഷം കൊണ്ട് അയാൾ ചവിട്ടി അരച്ചത്. അമ്മയുടെ ചെറിയ വീടിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ അഞ്ജലി കാത്തിരുന്നത് പോലെ ഭാരതിയമ്മ വാതുക്കൽ തന്നെ ഉണ്ടായിരുന്നു. കരഞ്ഞു വീർത്ത കണ്ണുകൾ. മകളെ കണ്ടതും അതുവരെ അടക്കിപ്പിടിച്ച സങ്കടം അണപൊട്ടി ഒഴുകി. മോളെ, ഞാൻ കാരണം നിനക്ക് നാണക്കേടായല്ലോ. അവർ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. അഞ്ജലി അമ്മയെ ചേർത്ത് പിടിച്ചു. അതൊരു സബ് കളക്ടറുടെ ആശ്വാസപ്പെടുത്തലായിരുന്നില്ല, ഒരു മകൾ അമ്മയ്ക്ക് നൽകുന്ന താങ്ങായിരുന്നു. അമ്മയല്ല, ആ മനുഷ്യനാണ് നാണിക്കേണ്ടത്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ അമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകും. ഒരു സാധാരണ പൗരന് എന്ത് നീതിയാണോ കിട്ടേണ്ടത് അത് അമ്മയ്ക്ക് കിട്ടും. ആ യാത്രയിൽ ഞാനൊരു മകളായി കൂടെ ഉണ്ടാകും. ഭാരതിയമ്മ ആ വാക്കുകൾ കേട്ട് മകളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ അവർ കണ്ടത് അധികാരത്തിൻ്റെ ഗർവമായിരുന്നില്ല, താൻ വളർത്തിയ നീതിബോധമുള്ള തൻ്റെ പഴയ കുട്ടിയെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ തിരുനാളം മിന്നിമറഞ്ഞു. അവർ രണ്ടുപേരും തങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ മങ്ങിയ വെളിച്ചത്തിൽ SI വിക്രമൻ സഹപ്രവർത്തകരോട് താൻ ചെയ്ത പ്രവൃത്തിയെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. സ്റ്റേഷനകത്ത് ആ വൈറൽ വീഡിയോ തന്നെയായിരുന്നു പ്രധാന സംസാര വിഷയം. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, ആ തള്ളയെ 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് മാറില്ല. അതിൻ്റെ മേലെ നിന്ന് മേലുദ്യോഗസ്ഥരുടെ ചീത്തവിളി വേറെ. നമ്മുടെ പാട് ആർക്കറിയാം. അയാൾ ഒരു ചായക്കപ്പിൽ നിന്നും ആവി പറക്കുന്ന ചായ ഊതിക്കുടിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്ത് കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു, ധാർഷ്ട്യം മാത്രം. എന്നാലും വിക്രമ, ഇത് കുറച്ചു കൂടിപ്പോയി. ഒരു പാവം സ്ത്രീയെ
വീഡിയോ സോഷ്യൽ മീഡിയയിൽ നന്നായി ഓടുന്നുണ്ട്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. ഓ പിന്നെ, ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ ഒരു ഫോണുണ്ടെങ്കിൽ എന്തും ഷൂട്ട് ചെയ്ത് വൈറലാക്കും. അതൊന്നും നോക്കാൻ നിന്നാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. വിക്രമൻ അത് പുച്ഛിച്ചു തള്ളി. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ അയാളെ കാത്തിരുന്നത് ഭാര്യയുടെ രൂക്ഷമായ നോട്ടമായിരുന്നു. അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നാണ് അവരും ആ വീഡിയോ കണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഒരു പാവം സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ? നമ്മുടെ അമ്മയുടെ പ്രായമില്ലേ അവർക്ക്? അവർ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. വിക്രമൻ്റെ അഹംഭാവം അവിടെയും ഉണർന്നു. നിനക്കൊന്നും അറിയില്ല. ജോലിയിലെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. നീ വെറുതെ ഇതെടുത്ത് തലയിലിടണ്ട, അയാൾ അവരോട് കയർത്തു. പക്ഷേ ഭാര്യയുടെ ആ ചോദ്യം നമ്മുടെ അമ്മയുടെ പ്രായമില്ലേ അവർക്ക് അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ പോറലുണ്ടാക്കി. അയാൾ പുറമേ സമ്മതിച്ചില്ലെങ്കിലും ആ താരതമ്യം അയാളെ ചെറുതായി അസ്വസ്ഥനാക്കി. പിറ്റേന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അയാളെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. CIയുടെ മുഖം പതിവില്ലാതെ ഗൗരവത്തിലായിരുന്നു. വിക്രമ, താൻ ഇന്നലെ ആരുടെ കൊട്ടയാണ് ചവിട്ടിത്തെറിപ്പിച്ചതെന്നറിയുമോ? വിക്രമൻ നിസ്സാരഭാവത്തിൽ തോളനക്കി. ഏതോ ഒരു വഴിയോരക്കച്ചവടക്കാരിയായ തള്ളയുടെ. CI അയാളെ തുറിച്ചു നോക്കി. എന്നിട്ട് പതുക്കെ ഓരോ വാക്ക് മൂന്നി പറഞ്ഞു. ആ തള്ളയുടെ മകളാണ് നമ്മുടെ പുതിയ സബ് കളക്ടർ അഞ്ജലി മാഡം. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് വിക്രമൻ്റെ തലയിൽ പതിച്ചത്. അയാളുടെ മുഖത്തെ ധാർഷ്ട്യം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. പകരം അവിടെ നിറഞ്ഞത് കനത്ത ഞെട്ടലും അവിശ്വസനീയതയുമായിരുന്നു. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. താൻ ആക്രമിച്ചത് വെറുമൊരു തെരുവ് കച്ചവടക്കാരിയല്ല, തൻ്റെ മേലധികാരിയുടെ അമ്മയെയാണ്. അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് തലകീഴായി മറിഞ്ഞിരിക്കുന്നു. തണുത്തുറഞ്ഞ ഭയം അയാളുടെ സിരകളിലൂടെ അരിച്ചു കയറി. സർക്കിൾ ഇൻസ്പെക്ടറുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ SI വിക്രമൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ശരീരം വിയർത്തു, തൊണ്ട വറ്റി വരണ്ടു. സബ് കളക്ടർ അഞ്ജലി മാഡം. ആ വാക്കുകൾ ഒരു ചുറ്റിക പോലെ തലയ്ക്കകത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഭയം ചെയ്ത തെറ്റിൻ്റെ ആഴത്തെക്കുറിച്ചായിരുന്നില്ല, വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചായിരുന്നു. ജോലി പോകും, ഉറപ്പാണ്. സസ്പെൻഷൻ, ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി, ചിലപ്പോൾ ഡിസ്മിസൽ വരെയാകാം. പെൻഷൻ, ലോൺ, കുട്ടികളുടെ പഠിപ്പ്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഒരിരുമ്പ് ചങ്ങല പോലെ അയാളെ വരിഞ്ഞു മുറുക്കി. നീ എന്തൊരു പണിയാ വിക്രമ കാണിച്ചത്? ആ വീഡിയോ കാരണം ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം നാണക്കേടിലായി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പുലിവാലും. നീ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടേ പോകൂ. സർക്കിൾ ഇൻസ്പെക്ടർ കൈമലർത്തി. അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഭാരതിയമ്മയോട് കാണിച്ച അനീതിയോടായിരുന്നില്ല, വിക്രമൻ ഡിപ്പാർട്ട്മെൻറ്റിന് വരുത്തിവെച്ച ചീത്തപ്പേരിനോടായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. വിക്രമൻ്റെ മനസ്സ് അതിവേഗം പ്രവർത്തിച്ചു. ഔദ്യോഗികമായി പരാതി വരുന്നതിന് മുമ്പ് പ്രശ്നം തീർക്കണം. മാപ്പ് പറയുക, കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി. അതിജീവനത്തിനായുള്ള ഒരു വെപ്രാളമായിരുന്നു അത്, അല്ലാതെ ഹൃദയത്തിൽ നിന്നുള്ള കുറ്റബോധമായിരുന്നില്ല. പോലീസ് സംവിധാനത്തിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ ഭാരതിയമ്മയുടെ വീട് എളുപ്പത്തിൽ കണ്ടെടുത്തു. അന്ന് രാത്രി യൂണിഫോമിൻ്റെ അധികാരമില്ലാതെ സാധാരണ വേഷത്തിൽ വിക്രമൻ ആ വീടിൻ്റെ വാതിക്കൽ മുട്ടി. വാതിൽ തുറന്ന ഭാരതിയമ്മ അയാളെ കണ്ട് ഒരു നിമിഷം ഭയന്ന് പുറകോട്ട് മാറി. അവരുടെ പിന്നിലായി അഞ്ജലിയും ഉണ്ടായിരുന്നു. വിക്രമൻ ദയനീയമായി അവരെ നോക്കി. മാഡം, എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാണ്. ജോലിയിലെ ടെൻഷൻ കൊണ്ട് എൻ്റെ അറിവില്ലായ്മയായി കണക്കാക്കണം. അയാൾ അവരുടെ കാലിലേക്ക് വീഴാനാഞ്ഞതും അഞ്ജലി മുന്നോട്ട് വന്നു. അവളുടെ മുഖത്ത് ദേഷ്യമോ പുച്ഛമോ ഇല്ലായിരുന്നു, മറിച്ച് തെളിഞ്ഞ ഒരു തരം ഉറപ്പായിരുന്നു. മിസ്റ്റർ വിക്രമൻ, നിങ്ങൾ മാപ്പ് പറയേണ്ടത് ഇവിടെയല്ല. അവളുടെ ശാന്തമായ ശബ്ദം ആ ചെറിയ മുറിയിൽ മുഴങ്ങി. എൻ്റെ അമ്മയെ നിങ്ങൾ അപമാനിച്ചത് പരസ്യമായിട്ടാണ്, നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച്. രാത്രിയുടെ മറവിൽ അടച്ചിട്ട ഈ മുറിയിൽ വന്ന് മാപ്പ് പറയുന്നത് നീതിയല്ല, രക്ഷപ്പെടലാണ്. അപമാനം പരസ്യമായിരുന്നെങ്കിൽ ക്ഷമാപണവും പരസ്യമായിരിക്കണം. ആ വാക്കുകൾക്ക് മുന്നിൽ വിക്രമൻ തകർന്നുപോയി. അയാൾ പ്രതീക്ഷിച്ചത് കണ്ണീരോ വിലപേശലോ ആയിരുന്നു. ഇത്രയും ഉറച്ചൊരു നിലപാട് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അടഞ്ഞ വാതിലിന് മുന്നിൽ നിൽക്കുന്നത് പോലെ നിരാശയോടെ അയാൾ അവിടെ നിന്നും തിരിച്ചു നടന്നു. പിറ്റേന്ന് രാവിലെ ഭാരതിയമ്മ അഞ്ജലിയോടൊപ്പം ആ പോലീസ് സ്റ്റേഷൻ്റെ പടികൾ കയറി. വിക്രമൻ ജോലി ചെയ്യുന്ന അതേ സ്റ്റേഷൻ. അഞ്ജലി സാധാരണ വസ്ത്രത്തിലായിരുന്നു. അമ്മയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവൾ അല്പം പിന്നിലായി നിന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയായി എത്തിയതിൻ്റെ പരിഭ്രമം ഭാരതിയമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ മകളുടെ സാമീപ്യം അവർക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. അവർ നേരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് നടന്നു. എനിക്കൊരു പരാതി തരാനുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തലയുയർത്തി നോക്കി. വീഡിയോയിൽ കണ്ട ആ മുഖം അയാൾ തിരിച്ചറിഞ്ഞു. അയാളുടെ നോട്ടം അറിയാതെ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുറിക്ക് നേരെ പാളിപ്പോയി. സ്റ്റേഷനകത്തൊരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഔദ്യോഗികമായ യുദ്ധം തുടങ്ങുകയായിരുന്നു. ഭാരതിയമ്മയുടെ ആവശ്യം കേട്ടതും
ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ മുഖത്ത് ഒരുതരം മടുപ്പ് നിറഞ്ഞു. അയാൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ചേച്ചി, അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയമല്ലേ. SI വിക്രമൻ ചേച്ചിയെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. നമ്മളായിട്ടൊരു പ്രശ്നമുണ്ടാക്കണോ? ആ വാക്കുകൾ കേട്ട് ഭാരതിയമ്മ ഒന്ന് പതറി. അവർ സഹായത്തിനായി അഞ്ജലിയെ നോക്കി. അപ്പോൾ അഞ്ജലി മുന്നോട്ട് വന്നു. അവൾ തൻ്റെ പദവി വെളിപ്പെടുത്തിയില്ല. നിയമമറിയാവുന്ന ഒരു സാധാരണ പൗരയുടെ ആത്മവിശ്വാസത്തോടെ അവൾ സംസാരിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഒരു പൗര എന്ന നിലയിൽ പരാതി നൽകുക എന്നത് എൻ്റെ അമ്മയുടെ അവകാശമാണ്. അത് രേഖപ്പെടുത്തുക എന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കളുടെ കടമയുമാണ്. താങ്കൾ ആ കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുകയാണോ? അവളുടെ വാക്കുകളിലെ നിയമത്തിൻ്റെ കാർക്കശ്യം കേട്ട് ആ ഉദ്യോഗസ്ഥൻ പരിങ്ങി. അയാൾ മടിയോടെ FIR രേഖപ്പെടുത്താനുള്ള പേപ്പറുകൾ എടുത്തു. SI വിക്രമനെതിരെ ഭാരതിയുടെ പരാതി ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടു. അതൊരു ചെറിയ വിജയമായിരുന്നു. സബ് കളക്ടറുടെ അമ്മ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുത്ത വാർത്ത പോലീസിലും ഭരണതലത്തിലും കാട്ടുതീ പോലെ പടർന്നു. അഞ്ജലിയുടെ ഫോണിലേക്ക് വിളികൾ വരാൻ തുടങ്ങി. ആദ്യം വിളിച്ചത് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ്. അഞ്ജലി, എന്തിനാ വിഷയം ഇത്ര വഷളാക്കുന്നത്? ഇത് നമുക്ക് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കും. അവനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കാം. കോടതിയും കേസും ഒഴിവാക്കിക്കൂടെ? അതൊരു സൗഹൃദ അഭ്യർത്ഥനയുടെ രൂപത്തിലുള്ള ഭീഷണിയായിരുന്നു. അടുത്തത് ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവായിരുന്നു. മാഡം, ആ ഓഫീസർ നമ്മുടെ പാർട്ടിക്കാരനാണ്. ഒരു കുടുംബനാഥൻ. ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. നമുക്കത് ക്ഷമിച്ച് വിട്ടൂടെ? എല്ലാവർക്കും അഞ്ജലിയുടെ മറുപടി ഒന്നായിരുന്നു, ശാന്തവും ദൃഢവും. സാർ, ഇതെൻ്റെ പരാതിയല്ല, എൻ്റെ അമ്മയുടേതാണ്. അവർ നീതി തേടുന്ന ഒരു സാധാരണ പൗരയാണ്. ആ പ്രക്രിയയിൽ അവരെ പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അവൾ സമർത്ഥമായി എല്ലാ സമ്മർദ്ദങ്ങളെയും പ്രതിരോധിച്ചു. വാർത്ത മാധ്യമങ്ങളിലും പുതിയ രൂപം കൈക്കൊണ്ട്. കളക്ടറുടെ അമ്മയെ തെരുവിൽ അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എന്ന തലക്കെട്ടിൽ വാർത്തകൾ വന്നു. പ്രമുഖ ചാനലിലെ ഒരു റിപ്പോർട്ടർ അഞ്ജലിയെ ഫോണിൽ ബന്ധപ്പെട്ടു. മാഡം, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? താങ്കൾ പദവി ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുമോ? അന്ന് വൈകുന്നേരം ആ ചോദ്യത്തിനുള്ള അഞ്ജലിയുടെ മറുപടി, എൻ്റെ അമ്മ ഒരു സാധാരണ പൗരയാണ്. എൻ്റെ പദവി അവർക്ക് നിയമം ഉറപ്പു നൽകുന്ന നീതിയേക്കാൾ വലിയ ഒന്നല്ല. അവർക്ക് നീതി ലഭിക്കാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മകൾ എന്ന നിലയിൽ ഞാൻ അവർക്കൊപ്പം നിൽക്കും, അത്രമാത്രം. അവളുടെ ആ വാക്കുകൾ കേട്ട് ഒരു സമൂഹം മുഴുവൻ ആ അമ്മയ്ക്കും മകൾക്കും പിന്നിൽ അണിനിരക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതോടൊപ്പം വ്യവസ്ഥിതിയുടെ മതിലുകൾ അവർക്കെതിരെ കൂടുതൽ ശക്തമായി ഉയർന്നു തുടങ്ങുകയായിരുന്നു. വിക്രമൻ സ്റ്റേഷനകത്ത് ഒറ്റപ്പെട്ടു പോയിരുന്നു. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് സംസാരിച്ചിരുന്ന സഹപ്രവർത്തകർ ഇപ്പോൾ അവനെ കാണുമ്പോൾ വഴിമാറിപ്പോയി. രഹസ്യം പറയലുകളും അടക്കിയ ചിരികളും അവനെ ഒരു അപരിചിതനാക്കി. സബ് കളക്ടറുടെ പേര് പരാതിയിൽ വന്നതോടെ അവൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറിയിരുന്നു. ആരും തൊടാൻ മടിക്കുന്ന ഒരു തീഗോളം. ജോലിയിലെ ഈ ഒറ്റപ്പെടൽ അയാളുടെ ധാർഷ്ട്യത്തിൻ്റെ കോട്ടയെ പതിയെ തകർക്കാൻ തുടങ്ങി. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു. അഞ്ജലിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അയാളുടെ കാതുകളിൽ മുഴങ്ങി. അപമാനം പരസ്യമായിരുന്നെങ്കിൽ ക്ഷമാപണവും പരസ്യമായിരിക്കണം. അതിലെന്തോ ഒരു ശരിയുണ്ടെന്ന് അയാളുടെ മനസ്സാദ്യമായി സമ്മതിച്ചു. രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് മാത്രമായിരുന്നു ഇതുവരെ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വാക്കുകളിലെ നീതിബോധം ഒരു മുള്ളുപോലെ അയാളുടെ ഉള്ളിൽ തറഞ്ഞു തുടങ്ങിയിരുന്നു. അന്ന് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മകൾ മൊബൈൽ ഫോണിൽ വാർത്താ ചർച്ച കാണുന്നതാണ്. വിഷയം പോലീസും പൊതുജനങ്ങളും. ചർച്ചയിൽ അഞ്ജലിയുടെ പ്രസ്താവനയും കാണിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പക്വതയും സംയമനവും നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ അച്ഛനെ നോക്കി. ആ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഇല്ലായിരുന്നു. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു നിസ്സഹായതയായിരുന്നു. അച്ഛാ, ആ അമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ അമ്മമ്മയായിരുന്നെങ്കിലോ? ആ ചോദ്യം ഒരു ചാട്ടുളി പോലെയാണ് വിക്രമൻ്റെ നെഞ്ചിൽ തറച്ചത്. ഭാര്യയുടെ ചോദ്യം ഒരു കുറ്റപ്പെടുത്തലായിരുന്നു. എന്നാൽ 16-കാരിയായ മകളുടെ ചോദ്യം ഒരു കണ്ണാടി പോലെയായിരുന്നു. അതിൽ തെളിഞ്ഞത് സ്വന്തം പ്രവൃത്തിയുടെ വൈരൂപ്യമാണ്. അവൻ ആദ്യമായി ഭാരതീയമേ ഒരു വഴിയോര കച്ചവടക്കാരിയായോ സബ് കളക്ടറുടെ അമ്മയായോ അല്ല, സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ്. ആ ചിന്ത അയാളെ തളർത്തിക്കളഞ്ഞു. മുറിയിൽ കയറി വാതിലടച്ച വിക്രമൻ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. ദേഹത്തെ കാക്കി യൂണിഫോമിലേക്ക് അയാൾ വെറുപ്പോടെ നോക്കി. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവൻ എങ്ങനെയാണ് അവരെ ചവിട്ടിമെതിക്കുന്നവനായത്? എന്തിനായിരുന്നു താൻ ഈ ജോലി തിരഞ്ഞെടുത്തത്? ആ ആദർശങ്ങളെല്ലാം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? കണ്ണാടിയിലെ പ്രതിബിംബം അയാളെ നോക്കി പല്ലിളിക്കുന്നത് പോലെ തോന്നി. അയാൾ ഫോൺ എടുത്ത് ആ വൈറൽ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടു. ഇത്തവണ കണ്ടത് ഒരു പ്രതിയുടെ കണ്ണിലൂടെയല്ല, ഒരു കാഴ്ചക്കാരൻ്റെ കണ്ണിലൂടെയാണ്. ഭാരതിയമ്മയുടെ മുഖത്തെ ഭയവും നിസ്സഹായതയും, റോഡിൽ ചിതറിയ പച്ചക്കറികൾ, സ്വന്തം ശബ്ദത്തിലെ അധികാരത്തിൻ്റെ അഹങ്കാരം. ഓരോ ദൃശ്യവും അയാളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ തീ കോരിയിട്ടു.
ആദ്യമായി അയാളുടെ കണ്ണുകൾ നനഞ്ഞു. ആ ഇരുട്ടിലിരുന്ന് ഫോണിൻ്റെ വെളിച്ചത്തിൽ വിക്രമൻ്റെ മുഖത്ത് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ വെളിച്ചം വീണു. അഞ്ജലിയുടെ പരസ്യമായ നിലപാട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മുകളിൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത്. വിഷയം ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലൂടെ അവസാനിപ്പിക്കാനാവില്ലെന്ന് അവർക്ക് ബോധ്യമായി. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ കേസ് അന്വേഷിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിക്കണം. അന്വേഷണം സുതാര്യമായിരിക്കണം. ആ ദൗത്യം വന്നെത്തിയത് DYSP മാധവൻ്റെ കൈകളിലാണ്. മാധവൻ, നിങ്ങൾ പോയി ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കൂ. നമ്മുടെ പോലീസ് സേനയ്ക്കുണ്ടായ അപമാനം നിങ്ങളിലൂടെ മാറ്റപ്പെടട്ടെ. DYSP മാധവൻ തൻ്റെ അന്വേഷണം ആരംഭിച്ചത് വിക്രമനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നില്ല. അദ്ദേഹം ആദ്യം പോയത് പരാതിക്കാരിയായ ഭാരതിയമ്മയെ കാണാനായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഗൗരവത്തോടെയല്ല, മറിച്ചൊരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ അവരുടെ വീട്ടിലേക്കാണ് അദ്ദേഹം ചെന്നത്. അഞ്ജലിയും ആ സമയം അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ ഭാരതിയമ്മ ആദ്യമൊന്ന് ഭയന്നു. എന്നാൽ മാധവൻ്റെ പെരുമാറ്റം സൗമ്യവും ബഹുമാനം നിറഞ്ഞതുമായിരുന്നു. അമ്മ അന്ന് നടന്ന കാര്യങ്ങൾ പേടിക്കാതെ പറയണം. അമ്മയുടെ വാക്കാണ് ഞങ്ങൾക്ക് പ്രധാനം. ഒരു സമ്മർദ്ദവും ഉണ്ടാകില്ല. എനിക്കതിന് ഉറപ്പു തരാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമീപനം ഭാരതിക്ക് ധൈര്യം നൽകി. മകളുടെ സാമീപ്യത്തിൽ അവർ സംഭവിച്ച വിവരങ്ങൾ ഒന്നൊഴിയാതെ വിവരിച്ചു. അതിൽ അതിശയോക്തിയോ നാടകീയതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിൻ്റെ നേർസാക്ഷ്യം. ഭാരതിയമ്മ സംസാരിക്കുമ്പോൾ ഒരിരയുടെ സ്ഥാനത്ത് നിന്നും അവർ തൻ്റെ ഇടമുള്ള ഒരു സാക്ഷിയായി മാറുകയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ മാധവൻ അഞ്ജലിയോട് പറഞ്ഞു, മാഡം, സിസ്റ്റത്തിൽ വിശ്വസിച്ചത് വെറുതെയാവില്ല. ആ വിശ്വാസം കാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആ വാക്കുകൾ ഒരു പ്രതീക്ഷയായിരുന്നു. വ്യവസ്ഥിതിക്കുള്ളിൽ തന്നെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരുമുണ്ടെന്ന പ്രതീക്ഷ. ദിവസങ്ങൾക്ക് ശേഷം ഭാരതിയമ്മ വീണ്ടും തൻ്റെ കച്ചവട സ്ഥലത്തേക്ക് തിരികെ എത്തി. അത് നിശബ്ദമായ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. തൻ്റെ ഇടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. എന്നാൽ ഇത്തവണ അവരെ വരവേറ്റത് തുറച്ചുനോട്ടങ്ങളായിരുന്നില്ല, ബഹുമാനം നിറഞ്ഞ പുഞ്ചിരികളായിരുന്നു. അടുത്ത കടയിലെ കച്ചവടക്കാരൻ വന്ന് അവരുടെ തട്ട് വയ്ക്കാൻ അവരെ സഹായിച്ചു. സ്ഥിരം വരുന്ന ഒരു സ്ത്രീ പച്ചക്കറി വാങ്ങിയ ശേഷം പറഞ്ഞു, ചേച്ചി, ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങൾ കൂടെയുണ്ട്. അതുവഴി ഒരു പോലീസ് ജീപ്പ് പട്രോളിങ്ങിനായി കടന്നുപോയി. അതിലിരുന്ന ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഭാരതിയമ്മയെ കണ്ടു. പതിവ് ഗൗരവത്തോടെ മുഖം തിരിക്കുന്നതിന് പകരം അയാൾ അവരെ നോക്കി ചെറുതായൊന്ന് തലയാട്ടി. അതൊരു ചെറിയ ചലനമായിരുന്നു, പക്ഷേ ആ ഒറ്റ ചലനത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയുണ്ടായിരുന്നു. ഭാരതിയമ്മയും അഞ്ജലിയും തുടങ്ങിയ പോരാട്ടം അവരുടേത് മാത്രമല്ലാതായി മാറുന്നതിൻ്റെ സൂചന. DYSP മാധവൻ്റെ ഓഫീസിൽ ഔദ്യോഗികമായി മൊഴി നൽകാൻ ഹാജരാകണമെന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ വിക്രമൻ്റെ നെഞ്ചൊന്ന് കാളി. അയാൾ ഭയന്നിരുന്ന ഔദ്യോഗിക നടപടികളുടെ തുടക്കമായിരുന്നു അത്. പഴയ വിക്രമനായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടിയേനെ. ഭാരതിയമ്മ വഴി തടസ്സപ്പെടുത്തിയെന്നും താൻ ഡ്യൂട്ടി നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും വാദിച്ചേനെ. എന്നാൽ ദിവസങ്ങൾ നീണ്ട ആത്മസംഘർഷം അവനെ മാറ്റിയിരുന്നു. മകളുടെ ചോദ്യവും കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബവും അവനെ വേട്ടയാടി. DYSP മാധവൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ കാലുകൾക്ക് ഭാരം കൂടിയതുപോലെ തോന്നി. അതൊരു സാധാരണ ഓഫീസ് മുറിയായിരുന്നു. ഭീഷണിയുടെയോ അധികാരത്തിൻ്റെയോ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. മാധവൻ ശാന്തനായി അവനെ നോക്കി. വിക്രമൻ, FIR വ്യക്തമാണ്, വീഡിയോയും വ്യക്തമാണ്. എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിക്രമൻ ഒരു നിമിഷം കണ്ണടച്ചു. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണിതെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷെ ആ ശബ്ദത്തെ മറ്റൊന്ന് അതിജീവിച്ചു. സത്യം പറയുന്നതിലൂടെ മാത്രം ലഭിക്കുന്ന ഒരുതരം ആത്മശാന്തിക്ക് വേണ്ടി അവൻ്റെ ഉള്ളു തുടിച്ചു. അവൻ DYSPക്ക് നേരെ നോക്കി. സർ, വീഡിയോയിൽ കാണുന്നത് സത്യമാണ്. എൻ്റെ ദേഷ്യം, ജോലിയിലെ പ്രഷർ എല്ലാം ഞാൻ ആ പാവം സ്ത്രീയുടെ മേൽ തീർക്കുകയായിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്, പൂർണ്ണമായും എൻ്റെ തെറ്റാണ്. അയാൾ ഒഴിവുകഴിവുകൾ പറഞ്ഞില്ല, തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല. ഒരു കുറ്റവാളിയുടെ പതർച്ചയോടെയല്ല, മറിച്ച് തെറ്റ് സമ്മതിക്കുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ ദൗർബല്യത്തോടെയുമാണ് അവൻ സംസാരിച്ചത്. ആ ഏറ്റുപറച്ചിലിൽ ആത്മാർത്ഥതയുണ്ടെന്ന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മാധവന് മനസ്സിലായി. നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമം അതിൻ്റെ വഴിക്ക് പോകും. നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ്. DYSPയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വിക്രമൻ ഔദ്യോഗികമായി സസ്പെൻഷനിലായിരുന്നു. അധികാരമില്ല, യൂണിഫോമില്ല. അവൻ തോറ്റുപോയവനെ പോലെ തല കുനിക്കേണ്ടതായിരുന്നു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. പിടിക്കപ്പെടുമോ എന്ന ഭയം ഒഴിഞ്ഞു പോയിരിക്കുന്നു. സത്യം പറഞ്ഞതിലൂടെ ലഭിച്ച ഒരുതരം നിർമ്മലത അവനെ പൊതിഞ്ഞു. അവൻ പൂർണ്ണമായി മോചിതനായിരുന്നില്ല, പക്ഷെ ആ വഴിയിലെ ആദ്യത്തെ ചുവടുവെപ്പ് നടത്തിയിരുന്നു. പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ
അവൻ്റെ മുഖത്ത് ഭയമായിരുന്നില്ല, വിചിത്രമായ ഒരുതരം വ്യക്തതയായിരുന്നു. വരാനിരിക്കുന്ന എന്ത് പ്രത്യാഘാതത്തെയും നേരിടാൻ അയാൾ തയ്യാറായിരുന്നു. അമ്മയുടെ കേസ് നിയമപരമായി മുന്നോട്ടു പോകുമ്പോഴും യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം, ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, സഹാനുഭൂതിയുടെ കുറവ്, ഇതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങൾ. വിക്രമനെ മാത്രം ശിക്ഷിക്കുന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രം ചികിത്സിക്കുന്നത് പോലെയാണ്. രോഗത്തെയാണ് ഭേദമാക്കേണ്ടത്. അവൾ തൻ്റെ പദവി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പ്രതികാരത്തിനല്ല, പരിഷ്കാരത്തിന് വേണ്ടി. അവൾ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി. പ്രൊജക്റ്റ് മൈത്രി, പോലീസും സമൂഹവും തമ്മിലുള്ള ഒരു സംവേദന പരിപാടി. താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശയവിനിമയത്തിലും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലും സഹാനുഭൂതിയോടെ പെരുമാറുന്നതിലും കൃത്യമായ പരിശീലനം നൽകുക. വഴിയോര കച്ചവടക്കാർ പോലുള്ള ദുർബലരായ വിഭാഗങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അതായിരുന്നു പദ്ധതിയുടെ കാതൽ. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വെച്ച് അഞ്ജലി തൻ്റെ പദ്ധതി വിശദീകരിച്ചു. അദ്ദേഹം അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് അത് കേട്ടിരുന്നത്. പ്രൊജക്റ്റ് മൈത്രിക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചു. അഞ്ജലിയുടെ ആശയം ഒരു പ്രതിസന്ധിയെ ക്രിയാത്മകമായി നേരിടാനുള്ള മാർഗമായി മേലുദ്യോഗസ്ഥർ കണ്ടു. കോഴിക്കോട് സിറ്റിയിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായി അത് നടപ്പിലാക്കാൻ തീരുമാനമായി. ഡിവൈഎസ്പി മാധവന് അതിൻ്റെ മേൽനോട്ട ചുമതലയും നൽകി. അഞ്ജലിയുടെ പോരാട്ടം വ്യക്തിപരമായ തലത്തിൽ നിന്നും ഔദ്യോഗികമായ ഒരു പരിഷ്കരണത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അതേസമയം സസ്പെൻഷനിലായി വീട്ടിലിരിക്കുന്ന വിക്രമൻ ഈ വാർത്തകളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അഞ്ജലിക്ക് തന്നോട് വ്യക്തിപരമായ പ്രതികാരമായിരുന്നില്ല ലക്ഷ്യമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവൾ ശരിയാക്കാൻ ശ്രമിക്കുന്നത് തന്നെ പോലുള്ള ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയുടെ പിഴവുകളെയാണ്. തൻ്റെ സ്വകാര്യമായ ഏറ്റുപറച്ചൽ ഡിവൈഎസ്പിയോട് മാത്രമായിരുന്നു. പക്ഷേ അഞ്ജലി പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നു. അപമാനം പരസ്യമായിരുന്നു. അതിൻ്റെ കടം വീട്ടേണ്ടതും പരസ്യമായി തന്നെയാണ്. അത് തൻ്റെ ജോലി തിരിച്ചു കിട്ടാനായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തിനും നല്ല മനസാക്ഷിക്കും വേണ്ടിയായിരുന്നു. എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, എൻ്റെ സമാധാനത്തിന് വേണ്ടി, അയാൾ ഭാര്യയോട് പറഞ്ഞു. അവരുടെ മുഖത്ത് ആശങ്ക നിഴലിച്ചുവെങ്കിലും അവർ തടഞ്ഞില്ല. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഭാരതിയമ്മയുടെ പച്ചക്കറിത്തട്ട് നിലനിന്നിരുന്ന അതേ തെരുവിലേക്ക് വിക്രമൻ നടന്നു ചെന്നു. യൂണിഫോമിൻ്റെ അധികാരമില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതിയമ്മ വീണ്ടും അവിടെ തൻ്റെ തട്ടുമായി ഇരിപ്പുറപ്പിച്ചിരുന്നു. വിക്രമൻ നേരെ അവരുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും അടുത്തുള്ള കച്ചവടക്കാരും സാധനം വാങ്ങാൻ വന്നവരും ഒരുപോലെ നിശബ്ദരായി. ഒരുതരം പിരിമുറുക്കം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അയാൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ എന്ന് ചിലർ ഭയന്നു. എന്നാൽ വിക്രമൻ ഭാരതിയമ്മയുടെ മുന്നിൽ തലകുനിച്ചു നിന്നു. അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു, എങ്കിലും ചുറ്റുമുള്ളവർക്ക് കേൾക്കാൻ പാകത്തിൽ വ്യക്തമായിരുന്നു. അമ്മേ! ആ വിളി കേട്ട് ഭാരതിയമ്മ ഞെട്ടി തലയുയർത്തി. അന്ന് ഞാൻ ചെയ്ത തെറ്റിന് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൻ വെറും വാക്കുകളിൽ നിർത്തിയില്ല. കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചിയിൽ നിന്നും പുതിയ പച്ചക്കറികൾ, തക്കാളിയും വഴുതനങ്ങയും മുളകും പുറത്തെടുത്തു. അവരുടെ കൊട്ടയിലേക്ക് ശ്രദ്ധയോടെ വെച്ചുകൊടുത്തു. അന്ന് താൻ ചവിട്ടിത്തെറിപ്പിച്ചതിന് ഒരു പ്രായശ്ചിത്തം പോലെ. ഭാരതിയമ്മ ഒരു നിമിഷം നിശബ്ദയായി നിന്നുപോയി. അവരുടെ മുന്നിൽ നിന്നത് അധികാരത്തിൻ്റെ ഗർവുള്ള പോലീസുകാരനായിരുന്നില്ല, ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ നനവ് അവർ കണ്ടു. അവരുടെ ഹൃദയമലിഞ്ഞു. അവർ സ്നേഹത്തോടെ ഒന്ന് തലയാട്ടി. സാരമില്ല മോനെ, ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. ആ വാക്കുകൾ ഒരു പുണ്യം പോലെ വിക്രമൻ സ്വീകരിച്ചു. ചുറ്റും കൂടി നിന്നവരുടെ മുഖത്തെ പിരിമുറുക്കമയഞ്ഞു. ആരോ ഒരാൾ പതുക്കെ കൈയടിച്ചു. പിന്നെ മറ്റുള്ളവരും അത് ഏറ്റെടുത്തു. ചില മൊബൈൽ ഫോണുകൾ ആ ദൃശ്യം പകർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് നാണക്കേടിൻ്റെ അല്ല, മാനസാന്തരത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു. അല്പം ദൂരെയായി ഒരു കാറിലിരുന്ന ഡിവൈഎസ്പി മാധവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന ഭയത്തിൽ ഒരു നിരീക്ഷണത്തിനായി എത്തിയതായിരുന്നു അദ്ദേഹം. കണ്ട ദൃശ്യം അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നമായ മനസ്സിനെ സ്പർശിച്ചു. അദ്ദേഹം ഫോണെടുത്ത് അഞ്ജലിയെ വിളിച്ചു. മാഡം, നിങ്ങൾ ജയിച്ചു. അഞ്ജലിക്ക് മനസ്സിലായില്ല. സാർ, നിങ്ങളുടെ അമ്മ മാത്രമല്ല, നമ്മളെല്ലാവരും ജയിച്ചിരിക്കുന്നു. വിക്രമൻ ഇപ്പോൾ ഭാരതിയമ്മയോട് പരസ്യമായി മാപ്പ് ചോദിച്ചു. ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു മാപ്പ്. ഫോണിൻ്റെ മറുതലയ്ക്കൽ തൻ്റെ ഓഫീസിലിരുന്ന അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ബലപ്രയോഗത്തിലൂടെയല്ല, നിയമത്തിൻ്റെ കുരുക്കുകളിലൂടെയുമല്ല, മറിച്ചൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന മാറ്റത്തിലൂടെയാണ് യഥാർത്ഥ നീതി നടപ്പിലായത്. തൻ്റെ അമ്മ തിരഞ്ഞെടുത്ത ക്ഷമയുടെയും താൻ തിരഞ്ഞെടുത്ത സംയമനത്തിൻ്റെയും മാർഗം ശരിയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വിക്രമൻ്റെ പരസ്യമായ ക്ഷമാപണവും സമൂഹ മനസാക്ഷിയെ സ്വാധീനിച്ചുവെങ്കിലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങി. ഡിവൈഎസ്പി
മാധവൻ തന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിയിരുന്നു. വിക്രമന്റെ അധികാര ദുർവിനിയോഗം, ഭാരതിയമ്മയുടെ മൊഴി, വൈറലായ വീഡിയോ, വിക്രമന്റെ കുറ്റസമ്മതം, ഒടുവിൽ നടന്ന പരസ്യമായ ക്ഷമാപണം. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കമ്മിറ്റിക്ക് മുന്നിൽ വിക്രമന്റെ ഫയലെത്തി. കുറ്റത്തിന്റെ ഗൗരവം വെച്ച് സർവീസിൽ നിന്നും പിരിച്ചുവിടൽ വരെ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു അത്. പ്രതികാരമല്ല, പരിഷ്കരണമാണ് ആവശ്യമെന്ന ഒരു സബ് കളക്ടറുടെ നിലപാട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചർച്ചകൾക്കൊടുവിൽ കമ്മിറ്റി തീരുമാനത്തിലെത്തി. വിക്രമനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നില്ല. SI പദവിയിൽ നിന്നും തരം താഴ്ത്തി പ്രാധാന്യം കുറഞ്ഞ ഒരു ഉൾനാടൻ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. അതോടൊപ്പം പുതുതായി ആരംഭിക്കുന്ന പ്രോജക്ട് മൈത്രിയുടെ എല്ലാ പരിശീലന പരിപാടികളിലും നിർബന്ധമായും പങ്കെടുക്കണമെന്നും ഉത്തരവിട്ടു. അതൊരു തീർപ്പായിരുന്നു. നീതിയുടെയും ദയയുടെയും ഒരു സന്തുലനം. ആ വിധി വിക്രമൻ വിനയത്തോടെ സ്വീകരിച്ചു. അഞ്ജലി ആ വാർത്ത അറിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിടർന്നു. അമ്മയോട് വിവരമറിയിച്ചപ്പോൾ ഭാരതിയമ്മ പറഞ്ഞു, അയാൾ തെറ്റ് തിരുത്തിയല്ലോ മോളെ, എനിക്കത് മതി. പ്രൊജക്ട് മൈത്രിയുടെ ഉദ്ഘാടനം കോഴിക്കോട്ടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. പരിശീലന പരിപാടിയുടെ ആദ്യ സെഷനുകളിലൊന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തി. പോലീസിലെ പുതിയ ട്രെയിനികളോട് സംസാരിക്കാനായി എത്തിയത് ഹെഡ് കോൺസ്റ്റബിൾ വിക്രമനായിരുന്നു. യൂണിഫോമിന്റെ അധികാരമില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി അയാൾ ആ ചെറുപ്പക്കാർക്ക് മുന്നിൽ നിന്നു. അയാൾ തന്റെ കഥ പറഞ്ഞു. ജോലിയിലെ സമ്മർദ്ദം, അഹംഭാവം, താൻ ചെയ്ത തെറ്റ്, അതിലൂടെ താനും കുടുംബവും അനുഭവിച്ച മാനസിക സംഘർഷം, ഒടുവിൽ ലഭിച്ച തിരിച്ചറിവ്. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുടെ കനലുണ്ടായിരുന്നു. ഈ യൂണിഫോം നിങ്ങൾക്ക് നൽകുന്നത് വലിയ അധികാരമാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യനോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. ഒരൊറ്റ നിമിഷത്തെ അഹങ്കാരം കൊണ്ട് എനിക്ക് നഷ്ടമായത് വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയെടുത്ത ബഹുമാനമാണ്. നിങ്ങൾക്കൊരിക്കലും ആ തെറ്റ് സംഭവിക്കാതിരിക്കട്ടെ. ഒരു പാഠപുസ്തകത്തിനും നൽകാനാവാത്ത അറിവായിരുന്നു വിക്രമന്റെ ആ വാക്കുകൾ. സദസ്സിന്റെ പിൻനിരയിലിരുന്ന് അഞ്ജലിയും മാധവനും അത് കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ദൗത്യം ലക്ഷ്യം കാണുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ കഥയിലെ വില്ലനായിരുന്നവൻ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ പാഠമായി മാറിയിരിക്കുന്നു. അഞ്ജലിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീതിയുടെ പാത എന്നത് ഏതെങ്കിലും ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ഒന്നല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതൊരു യാത്രയാണ്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ധീരവും ദയയുള്ളതുമായ ചെറിയ പ്രവർത്തികളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു യാത്ര. ആ ശാന്തമായ തിരിച്ചറിവിൽ അവളുടെ മനസ്സ് നിറഞ്ഞു. അഞ്ജലിയുടെയും ഭാരതിയമ്മയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.